ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പ് ചില നടപടികൾ എടുക്കാറുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമെന്ന് പറയുന്നത് പോലീസിൻ്റെ നയമാണ്. പോലീസ് നയം വികൃതമായാൽ ആ ഗവൺമെൻറ്റിൻ്റെ മുഖം വികൃതമാകും. അതുകൊണ്ടാണ് ഭരിക്കുന്ന മുഖ്യ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ ഇതിന് മുൻപ് എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. ഇതിന് മുൻപ് അജിത്ത് ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ല? അങ്ങനെ ഒരു അറിവ് അങ്ങേക്കുണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ പൂരം. അത് ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും എല്ലാം പെട്ടെന്ന് ഒറ്റയടിക്കാനും പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്ന വരുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ അറിയണോ? ആ രാഷ്ട്രീയം പറഞ്ഞു വരാനാണ് ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം വിവരിച്ചത്. ആ പശ്ചാത്തലം എന്താണ്? തൃശ്ശൂർ പൂരം തന്നെ നിങ്ങൾ എടുക്കൂ. തൃശ്ശൂർ പൂരം നാളിൽ തൃശ്ശൂർ പൂരം, ഈ കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ ഒരു കാരണക്കാരൻ അന്ന് ADGP ആയിരുന്നു എന്നൊരു ആക്ഷേപം വന്നല്ലോ. ആ ആക്ഷേപം ശരിവെച്ചുകൊണ്ട് DGP അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് നൽകിയല്ലോ. ആ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനിടയ്ക്ക് RSS നേതാക്കളെ ADGP കണ്ടു എന്നൊരു ആക്ഷേപം വന്നു. എന്ത് പഠിക്കാനാണ് RSS നേതാവിനെ ADGP കണ്ടതെന്ന് ചോദിച്ചത് ബിനോയ് വിശ്വമാണ്. എന്നിട്ട് നടപടി ഉണ്ടായില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു പോലീസ് നയമുണ്ട്. ക്രമസമാധാന ചുമതല ADGP എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പദവിയാണ്, അതിൽ നിന്ന് മാറ്റിയെന്ന്. അല്ല, മാറ്റി എത്ര കാലം കഴിഞ്ഞു? എത്ര ആക്ഷേപം കഴിഞ്ഞു? എത്ര കാലം കഴിഞ്ഞു? നിങ്ങൾ ഞാൻ ചോദിക്കുന്നതല്ല. RSS മേധാവിയെ കണ്ട് സംസാരിച്ചത് ഒരു രാഷ്ട്രീയ നേതാവല്ല, പോലീസ് സംവിധാനത്തിലെ ഒരു പ്രമുഖനാണ്. അതാണ് ആക്ഷേപം വന്നത്. അങ്ങനെ ആക്ഷേപം വരുമ്പോൾ ആ ആക്ഷേപത്തിന് കൃത്യമായ മറുപടി CPM അല്ലെങ്കിൽ ഗവൺമെൻറ്റോ തന്നോ? ഇല്ലല്ലോ. ഒന്നുകിൽ പാർട്ടി പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം. രണ്ടു കൂട്ടരും പറഞ്ഞില്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകാൻ മാത്രമല്ല, നമുക്ക് വേറെ പലത് ചിന്തിക്കേണ്ടി വരും. കാരണം DGPയുടെ റിപ്പോർട്ടും ആ രൂപത്തിൽ അവ്യക്തതയുള്ളതായിരുന്നില്ലേ? കാരണം ഇത് നിയമസഭയിൽ വെക്കുകയുണ്ടായി മുഖ്യമന്ത്രി. ഈ ഘട്ടത്തിൽ എന്തായിരുന്നു അന്വേഷിക്കാനായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്? ഇതിപ്പോ 2023 മെയ് 22-നാണ് ആ വിവാദ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. 2024 സെപ്റ്റംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട DGPയുടെ അന്വേഷണം വരുന്നത്. പിന്നീട് ഈ റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് പരിശോധിക്കാൻ പോയത്? സർവീസ് ചട്ട ലംഘനമാണോ? അധികാര ദുർവിനിയോഗമാണോ? സന്ദർശനം ADGP എന്ന നിലയ്ക്കായിരുന്നോ? ഔദ്യോഗിക സംവിധാനങ്ങൾ അതിനുപയോഗിച്ചിരുന്നോ? ഇതൊക്കെയായിരുന്നു പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഇതിലെന്തെങ്കിലും ഒരു വ്യക്തത ആ റിപ്പോർട്ടിലില്ല. ഇയാളെ എന്തിനാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത് എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ഇത് ഏറ്റവും ശക്തമായി ഉന്നയിച്ച ബിനോയ് വിശ്വത്തിന് പോലും അതിൽ എന്താണ് സംഭവിച്ചത് എന്നതറിയില്ല എന്ന് ഇപ്പോഴും റോഡ് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ ചോദ്യം, അജിത്ത് നേരത്തെയും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ്. അത് അജിത്ത് നേരത്തെ ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വേണം നമ്മുടെ മുമ്പിൽ കാണുന്ന പത്രവാർത്തകളല്ലേ ഉദാഹരണം, നമ്മുടെ മുമ്പിൽ വരുന്ന ആരോപണങ്ങളല്ലേ ഉദാഹരണം. അതിന് വേറെ എന്തിനാണ് തെളിവ് തേടി പോകുന്നത്? കാരണം ആർക്കെതിരെയാണ്, ഒരു ADGPക്കെതിരെ എന്തുകൊണ്ടാണ് നിരന്തരം ആരോപണം വരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇത് കൂടുതൽ വിശദീകരിച്ചതാരാ? CPMൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന CPM മുന്നണിയുടെ സ്വതന്ത്രനായ MLA PV അൻവർ അല്ലേ? അപ്പോൾ PV അൻവർ CPMൻ്റെ ആ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്നത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനുള്ളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നല്ലേ? പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നത്